അജ്മലിന്റെ സ്വന്തം മുഫീദ. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ആർത്തലയ്ക്കുന്ന തിരമാലയിലേക്ക് കണ്ണു നട്ടിരിക്കുക എന്നല്ലാതെ എന്റെ ചോദ്യങ്ങൾക്ക് അവന്റെ പക്കൽ മറുപടി ഇല്ലായിരുന്നു. മിഴിനീര് പെയ്യുന്ന കണ്ണുകളോടെ ഞാൻ അവനെ തന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെയൊരു നിമിഷം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചതല്ല. അജുഖാന്റെ കൂടെ നല്ലൊരു ജീവിതം, അവൻ്റെ പാതിയായി, കുട്ടികളുടെ ഉമ്മയായി. പ്രണയം പങ്കുവച്ച നിമിഷം തൊട്ട് കിനാവ് കാണാൻ തുടങ്ങിയതായിരുന്നു അതൊക്കെ. എല്ലാം തകർത്തെറിയപ്പെട്ടത് സെക്കൻഡുകൾ കൊണ്ടല്ലേ. നമുക്ക് പിരിയാം എന്ന് പറഞ്ഞപ്പോൾ ഇക്കയും ഒരുപാട് വേദനിക്കുന്ന എനിക്ക് കാണാൻ പറ്റി. ആ കണ്ണുകളും ഈറൻ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇക്ക പെട്ടെന്ന് വന്ന് എല്ലാം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് പറ, എന്തിനാ? ചിന്തയിൽ നിന്നുണർന്ന് അവൾ അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ച് കുലുക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ പരതി. ഒന്ന് വാരിപ്പുണർന്ന് ചുംബിക്കാൻ കൊതിച്ചെങ്കിലും മനസ്സതിന് അനുവദിച്ചില്ല. അവൾ മറ്റൊരുത്തൻ്റെ പെണ്ണാവാൻ പോവുകയാണെന്ന് ഉള്ളിൽ നിന്ന് ആരോ വിളിച്ച് പറയുന്ന പോലെ. അജുക്ക, എന്താ പറ്റിയത്? എന്താണെങ്കിലും എന്നോട് പറ. അത് ഉമ്മാക്ക് നിന്നെ ഇഷ്ടമായില്ല മുഫി. ഉമ്മ എതിർത്താൽ പിന്നെ അവിടെ ഒരു കരട് പോലും അനങ്ങില്ല. ഇത്രയും കാലം സ്നേഹിച്ചു ലാളിച്ച് എന്നെ പോറ്റി വളർത്തിയതല്ല അവരെ. അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. 1-2 പ്രാവശ്യം നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു നോക്കി. അജു പറയുന്നെല്ലാം ഒരു വേദനയോടെയാണ് മുഫി കേട്ടുനിന്ന്. അവളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയായിരുന്നു. ഹൃദയം കീറി നുറുങ്ങുന്ന വേദന തോന്നി അവൾക്ക്. അപ്പോൾ ഇനി എൻ്റെ ആരുമല്ല അല്ലേ? എല്ലാം അവസാനിപ്പിച്ച് നമ്മൾ പിരിയാൻ പോവാ അല്ലേ? ആയിക്കോട്ടെ, ഇനി ഞാൻ കാത്തിരിക്കില്ല. ഇത്രയും കാലം ഉള്ളു തുറന്ന് സ്നേഹിച്ചതിൻ്റെ പേരും പറഞ്ഞ് ഒരിക്കലും വന്ന് ശല്യം ചെയ്യില്ല. പോവാണ്. എവിടെയാണെങ്കിലും ആരുടെ കൂടെയാണെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോട് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം തിരിഞ്ഞൊരു നടത്തമായിരുന്നു അവള്. ഈ നിമിഷം എൻ്റെ ജീവൻ അങ്ങ് എടുക്കുമോ എന്ന് പടച്ചവനോട് അറിയാതെ കേണുപോയി. മുഫി കണ്ണിൽ നിന്നും മായുന്നവരെ അജു അവളെ നോക്കി നിന്നു. ചങ്ക് പൊട്ടി പിളരുന്നുണ്ടെങ്കിലും ഞാൻ കാരണം അവിടെ നല്ല ജീവിതം തകരില്ലല്ലോ എന്നോർത്ത് എവിടെയോ അവനൊരു ആശ്വാസം കണ്ടെത്തി. വീടിന്റെ ഗേറ്റ് കടന്നു ഉമ്മയുപ്പയും സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നതറിഞ്ഞ് കരഞ്ഞു വീർത്ത കണ്ണുകൾ അവരിൽ നിന്നും മറച്ചു പിടിക്കാൻ വേണ്ടി മുഖം കുനിച്ച് അവൾ അകത്തേക്ക് കയറിപ്പോയി. അവളുടെ പോക്കാണ്ട് ഉമ്മയുപ്പയും പരസ്പരം നോക്കി. ആ അവസ്ഥ മനസ്സിലായിട്ടും ആരും തന്നെ അവളുടെ പുറകെ എഴുന്നേറ്റ് പോയില്ല. മനസ്സിലെ കാർമേഘം പെയ്തൊഴിയട്ടെ എന്ന് തന്നെ അവരും വിചാരിച്ചു. രാത്രി ഭക്ഷണത്തിനും മുഫി എഴുന്നേറ്റ് വരുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരൊരുമിച്ച് അവൾ വിളിക്കാനായി മുറിയിലേക്ക് ചെന്നു. തലയിണയിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടക്കിയായിരുന്നു അവൾ. ആ കാഴ്ച അവരിൽ ഒരുപാട് നോവുണർത്തി. മോളെ മുഫി, എന്തൊരു കിടപ്പായത്. നേരെ എത്രയെന്നറിയോ? പച്ചവെള്ളം ഇറക്കിയിട്ടില്ല ഇതുവരെ. എഴുന്നേൽക്ക്, വാ. മൂർത്താവിലൂടെ ഒന്ന് കൈയോടിച്ച് ഉപ്പ അവളെ വിളിച്ചു. ശേഷം നിർബന്ധിച്ച് കഴിക്കാനായി കൂട്ടിക്കൊണ്ടുപോയി. അവർക്ക് വേണ്ടി അവൾ കുറച്ചെന്തോ കഴിച്ചെന്ന് വരുത്തി. എഴുന്നേറ്റ് പോവാൻ നേരം ഉപ്പ അവളുടെ കയ്യിൽ പിടിച്ചു. മോളെ, അത് നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ. ഇത്രയും നേരത്തെ നിന്റെ അവസ്ഥ കണ്ടിൽ നിന്നും ഏകദേശം കാര്യങ്ങൾ വ്യക്താ. എന്നാലും ചോദിക്കുക, ഇന്ന് കണ്ടപ്പോ അജുമോൻ എന്താ പറഞ്ഞേ? ഉപ്പയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്ത് അവളുടെ കണ്ണുനീർത്തുള്ളികളായിരുന്നു. അതുകൊണ്ട് അയാളും ആകെ വല്ലാതായി. വേണ്ട, ഞങ്ങൾക്ക് അറിയണമെന്നില്ല, മോള് പോയി കിടന്നോ. ആ സമ്മതം കിട്ടിയതും കൈ കഴുകി റൂമിലേക്ക് കയറി അവൾ കഥകടച്ചു. നിലത്തേക്ക് ഊർന്നിരുന്ന് കാൽമുട്ടിലേക്ക് മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു. ദിവസങ്ങൾ 3-4 പെട്ടെന്ന് പിന്നിട്ടു. വേദന മുഴുവൻ ഉള്ളിലൊതുക്കി മുഖത്ത് പ്രസരിപ്പ് വരുത്താൻ അവൾ നന്നായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അജുഖാന്റെ വല്ല മെസ്സേജോ കോളോ വന്നോന്നറിയാൻ ഇടയ്ക്കിടെ ഫോൺ എടുത്ത് നോക്കും. പക്ഷേ കാര്യമുണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് വിളിച്ചാലോ മെസ്സേജ് ചെയ്താലോ അതിനൊരു പ്രതികരണവുമില്ല. അപ്പോഴൊക്കെ വല്ലാത്ത വേദനയും മാനസിക സമ്മർദ്ദവും തോന്നുമെങ്കിലും എല്ലാം മറക്കാൻ വേണ്ടി മനഃപൂർവ്വം തന്നെയാണ് അജു അങ്ങനെ പെരുമാറുന്നെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മോളെ മുഫി. വിളിയേട്ടതും അവൾ ഉപ്പാക്കരികിലേക്ക് എത്തിച്ചേർന്നു. എന്താ ഉപ്പ? ഇവിടെ ഇരിക്ക്. ചെയർ വലിച്ചിട്ട് അവൾ അയാൾക്കരികിലായിരുന്നു. മോളെ, എനിക്കൊരു വാക്ക് എന്ന് ഓർക്കുന്നുണ്ടോ? അജുവായിട്ടുള്ള ബന്ധം പിരിയാണെങ്കിൽ ഉപ്പ പറയുന്ന ഒരാളെ സ്വീകരിച്ചോളാന്ന്. മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല മുഫി. നിന്റെ ഫോട്ടോ കണ്ട് ചെക്കനും വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. എന്നാലും ഒരു ചടങ്ങിന് നാളെ അവർ വന്നിട്ട് പോകുന്നാ പറയുന്നത്. നാളെയോ? ആൾ ഉപ്പാക്ക് നേരെ കണ്ണുവീഴ്ച്ചു. അതെ, എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? ഇനി ഒന്നും നോക്കാനില്ല, എത്രയും പെട്ടെന്ന് അതങ്ങ് നടക്കട്ടെ. ഉപ്പ പറയുന്ന കേട്ട് നെഞ്ചിലൊരു പാറക്കല്ല് കയറ്റി വെച്ച ഭാരം തോന്നി അവൾക്ക്.
പക്ഷേ വീണ്ടും വീണ്ടും എതിർക്കുന്നതിൽ ഇനി അർത്ഥമില്ല എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ പിറ്റേന്ന് കൃത്യസമയത്ത് തന്നെ അവർ മുഫിയെ കാണാനായി വീട്ടിലെത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ ചെക്കനും വീട്ടുകാർക്ക് അവളെ നന്നായി ബോധിച്ചു. ഒരു പാവകണക്കിന് എല്ലാത്തിനും അവൾ അവരോടൊപ്പം നിന്നുകൊടുത്തു. അവർക്ക് പെട്ടെന്ന് വിവാഹം നടത്തണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഉള്ളു വെന്തുരുകുമ്പോഴും എല്ലാവരുടെയും മുന്നിൽ അവൾ തകർത്ത് അഭിനയിച്ചു. എൻ്റെ കല്യാണം ഉറപ്പിച്ച് അജുക്ക് അറിഞ്ഞിട്ടുണ്ടാവുമോ? അങ്ങനെ ഒരു ചോദ്യം ഇടയ്ക്കിടെ അവൾ തേടിയെത്തുമ്പോഴേക്കും അവൾ വല്ലാതെ തളർന്നു പോകും. അതിലുപരി അവൻ വേറൊരു പെണ്ണിനെ സ്വീകരിച്ച് കൂടെ കൂട്ടുന്ന അവൾക്ക് ചിന്തിക്കാനേ വയ്യായിരുന്നു. ഓരോ കടമ്പയും താണ്ടി അവസാനം കല്യാണ ദിവസം വന്നെത്തി. നിക്കാഹ് കഴിഞ്ഞു എന്ന് ആരോ വന്ന് പറഞ്ഞതും അവളൊരു ദീർഘശ്വാസം വലിച്ചു വിട്ടു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ വന്ന് എൻ്റെ കഴുത്തിൽ മഹർ ചാർത്തു. ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു. എന്നാലും എന്തോ വല്ലാത്തൊരു ടെൻഷൻ. ഓരോന്ന് ചിന്തിച്ച് മുറ്റത്തൊരു സൈഡിലായി കൂട്ടിയിട്ട കസേരയിലൊന്നിൽ ഇരിക്കുകയായിരുന്നു മുഫി. വേദനയോടെ ഒരു ജോഡി കണ്ണുകൾ തന്നെ വീക്ഷിക്കുന്നുണ്ടെന്ന് അറിയാതെ. ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസമായിട്ട് കൂടി അത്രയും വിഷമിച്ച് നിൽക്കുന്ന മുഫിയെ ഒരുപാട് നേരം നോക്കിക്കാണാനാവാതെ അവൻ പിന്നാമ്പുറത്ത് ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് നടന്നു നീങ്ങി. അവൻ്റെ മിഴികൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി. മുഫിയുടെ കഴുത്തിൽ മാരനായ സഫറിന്റെ കയ്യാലെ മഹർ അണിയിക്കപ്പെട്ടു. അവൾക്ക് സങ്കടം പിടിച്ചു വെക്കാനായില്ല. കണ്ണുകൾ നിറഞ്ഞു തൂവി. അയ്യേ, എന്താ ഇത്? കരയാണോ? ഞങ്ങളെ ഒന്ന് അന്യരായിട്ട് കാണണ്ട കേട്ടോ. പിന്നെ കൂട്ടിനെ സെഫിയില്ലേ, അവൻ നിന്നെ നല്ലോണം നോയിക്കോളൂ. കൂട്ടത്തിലൊരു മുതിർന്ന സ്ത്രീ വന്ന് പറഞ്ഞു. അവരെ നോക്കി അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സമയം ദ്രുതഗതിയിൽ കടന്നുപോയി. എല്ലാവരുടെയും സമ്മതത്തോടെയും പ്രാർത്ഥനയോടെയും സഫറിന്റെ കൈയും പിടിച്ച് മുഫി വീടിന്റെ പടിയിറങ്ങി. അവർ രണ്ടുപേരും തനിച്ചൊരു കാറിലായിരുന്നു. അവൾ ആദ്യം കയറ്റി. അവനും കയറാൻ ചെന്നപ്പോഴാണ് പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വരുന്നത്. പാതി തുറന്ന കാറിൽ ഡോറിൽ പിടിച്ച് അവൻ ചുറ്റും കണ്ണുകൾ പായിച്ചു. ദൂരെ നിന്നൊരു കൈ പൊങ്ങി വരുന്ന കണ്ടതും അവന്റെ നോട്ടം അവിടെ സ്റ്റക്കായി. മുഫി, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ. സമ്മതമെന്ന പോലെ അവളും തലയണക്കി. കാറിന്റെ ഡോർ വലിച്ചടച്ച് സഫർ ഒറ്റയോട്ടത്തിന് അയാൾക്കരികിലെത്തി. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഹൃദയം നുറുങ്ങുന്ന വേദന അവന് വായിച്ചെടുക്കാമായിരുന്നു. ഒരു സെക്കൻഡ് പരസ്പരം നോക്കിയ ശേഷം രണ്ടുപേരും ഇറുകെ കെട്ടിപ്പിടിച്ചു. സഫർ, എൻ്റെ പാതി ജീവനാ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച്. നല്ലോണം നോയിക്കോണേടാ. ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് അതിനെ കുത്തി നോവിക്കരുത്. എന്നെ നിനക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാച്ചു. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. മുഫിയെ പൊന്നുപോലെ നോക്കുന്ന കാര്യം ഞാൻ ഉറപ്പിരുന്നു. പറഞ്ഞുകൊണ്ട് സഫർ അജുവിൽ നിന്ന് അടർന്നു മാറി. പരസ്പരം നോക്കി ഓരോ പുഞ്ചിരി കൈമാറിയ ശേഷം യാത്ര പറഞ്ഞ് പിരിഞ്ഞു. മുഫിയെയും കൊണ്ടുപോകുന്ന സഫറിന്റെ കാറ് കണ്ണിൽ നിന്ന് മായുന്നവരെ അജു അത് നോക്കി നിന്നു. അവർ പോയി കഴിഞ്ഞതും തനിച്ചിരുന്നൊന്ന് ഭാരം ഇറക്കി വെക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവനും അവിടുന്ന് തിരിച്ചു. കല്യാണമേളങ്ങളുടെ തിരക്കും കഴിഞ്ഞ് സഫറിനോട് ചായാൻ നേരമെടുത്തു. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. കഴിഞ്ഞതെല്ലാം ഓർത്ത് കരയാൻ മനസ്സുവല്ലാതെ കൊതിച്ചു. ആഗ്രഹിച്ചതല്ലല്ലോ വന്ന് ചേർന്ന് എന്ന ചിന്ത അവളിൽ വീണ്ടും വീണ്ടും നോവുണർത്തിയെങ്കിലും സങ്കടം പേമാരിയാവാതെ സൂക്ഷിച്ചു. മെല്ലെ ബെഡ്റൂമിലേക്ക് നടന്നു തുടങ്ങി. വാതിൽക്കലെത്തിയപ്പോൾ തന്നെ അവളെയും പ്രതീക്ഷിച്ചെന്ന പോലെ സഫർ ഇരിക്കുന്നു. ഒരു പുഞ്ചിരിയോടെ അവൻ അവൾ അകത്തേക്ക് ക്ഷണിച്ചു. അത് നിരസിക്കാൻ കഴിയില്ലെന്നുകൊണ്ട് മാത്രം അവൾ ആ മുറിയിലേക്ക് പ്രവേശിച്ച് സഫറിന് മുന്നിൽ തലയും താഴ്ത്തി നിന്നു. നോക്കു മുഫി, നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നീ ഒന്ന് റെഡിയായി വരുന്നവരെ നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കും. സഫർ പറയുന്ന കേട്ട് അവൾ ആശ്ചര്യത്തോടെ മുഖം ഉയർത്തി. അതെ, നിന്റെ മനസ്സ് പൂർണ്ണമായിട്ട് എന്നെ അംഗീകരിക്കുന്നവരെ നമ്മൾ വെറും ഫ്രണ്ട്സ് മാത്രമാണ്. അവൾക്കതൊരു വല്ലാത്ത ആശ്വാസമായി തോന്നി. ഒരു നേർത്ത പുഞ്ചിരി അവനായി അവളുടെ ചൊടിയിൽ വിരിഞ്ഞു. ദിവസങ്ങൾ ഓരോന്നും മെല്ലെ മെല്ലെ കഴിഞ്ഞുപോയി. മുഫിയും സഫർ നല്ല സുഹൃത്തുക്കളായി. അതിനിടയിൽ അജുവിൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ അവനോട് തുറന്ന് പറഞ്ഞിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം സഫറിനെ തേടി ആ ഫോൺ കോൾ എത്തുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ആ വാർത്ത കേൾക്കേണ്ടതാണ്. എന്നാൽ കൂടി ഒരു നിമിഷം അവൻ തറഞ്ഞു നിന്നുപോയി. എന്തോ ആവശ്യത്തിന് മുറിയിലേക്ക് കയറി വന്ന മുഫി കാണുന്നത് ആകെ വിഷമിച്ചിരിക്കുന്ന സഫറിനെയാണ്. അവൾ കുറച്ച് സമയം അവനെ തന്നെ മിഴിച്ചു നോക്കി. അവൻ ഈ ലോകത്തൊന്നല്ലെന്ന് മനസ്സിലായതും പതുക്കെ അവൻ്റെ അടുത്ത് ചെന്നിരുന്നു. അവളുടെ സാന്നിധ്യം അറിഞ്ഞതും അവനൊന്ന് മിഴി ഉയർത്തി. ആ ഭാവം കണ്ടതും അവളുടെ ഉള്ളിൽ അകാരണമായൊരു ഭയം വന്നു മൂടി. എന്താ സഫ്രിക, എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നേ? അവളുടെ ചോദ്യത്തിനുത്തരം നാവിൻ തുമ്പിൽ ഉണ്ടായിട്ട് കൂടി അവനെന്തോ അക്ഷരങ്ങൾ പുറത്തേക്ക് വന്നില്ല. മുഫി, അത് പിന്നെ എനിക്ക് വയറ്റിക്കാൾ നീക്ക, ഒന്ന് വേഗം പറയോ? നീ എപ്പോഴും പറയാറുണ്ടായിരുന്നില്ലേ അജു. അവൻ അജുക്ക
അജുക്കാക്കെന്തു പറ്റി? അജു മരിച്ചു. സഫറിന്റെ വായിൽ നിന്ന് വീണ വാക്കിൽ മുഫിയുടെ ഹൃദയം ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ഡാം തുറന്ന കണക്കെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു താങ്ങിനെന്നോണം സഫി അവളെ ചേർത്ത് പിടിച്ചു. ഒരു കാര്യം പറഞ്ഞാൽ നിനക്കെന്നോട് ദേഷ്യം തോന്നരുത്. മനഃപൂർവ്വം മറച്ചു പിടിച്ചല്ല ഞാൻ. അവൻ്റെ മരണശേഷമല്ലാതെ നിന്നെ ഈ കാര്യങ്ങൾ അറിയിക്കില്ലെന്ന് വാക്കുകൊടുത്തിരുന്നു. അജുവിന് ക്യാൻസർ ആയിരുന്നു, ബാക്ക് ബോണിലായിരുന്നു, ലാസ്റ്റ് സ്റ്റേജ്. അവൻ പറഞ്ഞിട്ടാ ഞാൻ നിന്നെ കല്യാണം കഴിച്ച്. എന്താ? ആ വേദനയ്ക്കിടയിലും അവളുടെ ശബ്ദം ഉച്ചതയിൽ പുറത്തേക്ക് വന്നു. അതേ മുഫി, നിനക്കറിയാത്തൊരു കഥയുണ്ട് എനിക്കും അജുവിനും ഇടയിൽ. അജുവിൻ്റെ ഒരു ബന്ധു എൻ്റെ ഫ്രണ്ടിൻ്റെ പരിചയക്കാരനായിരുന്നു. ആ വഴിയാണ് ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് ഞാൻ അറിയുന്നത്. പക്ഷെ പെണ്ണിനെ കാണുന്നതിന് മുന്നേ കല്യാണം കൊണ്ടുവന്ന ആൾക്കെന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ടീഷൻസിനെ കുറിച്ച് അറിയാനായിരിക്കുന്ന ആദ്യം ഞാൻ വിചാരിച്ചത്. അങ്ങനെ സമയം ദിവസം തീരുമാനിച്ച് ഞാൻ അജുവിനെ കാണാൻ പുറപ്പെട്ടു. പ്രതീക്ഷ പോലെ പരിചയപ്പെട്ടതിന് ശേഷം ആദ്യം വന്ന ചോദ്യം അത് തന്നെയായിരുന്നു. നിനക്ക് സ്വർണ്ണവും പണമായിട്ട് വല്ലതും വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഏയ്, എനിക്കോ വീട്ടുകാർക്കോ അങ്ങനെ നിർബന്ധമില്ല. നിങ്ങൾ ബ്രദറാണോ? അല്ല. പിന്നെ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാവള്. വാട്ട് ഡു യു മീൻ? അതെ സഫർ, ഞാൻ പറയുന്ന സത്യമാ. മുഫീദ ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടിയാ. ഞാൻ മാത്രമല്ല, അവൾക്ക് എന്നെ ജീവന. പക്ഷേ കടലോളം സ്നേഹം വാരിക്കോരി കൊടുക്കാനല്ലാതെ ഒരു ജീവിതം അവൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അതിനുള്ള വിധി എനിക്ക് പടച്ചവൻ തന്നിട്ടില്ലെന്ന് പറയുന്നവൻ ശരി. എൻ്റെ ശരീരത്തിൻ്റെ പകുതിയും ക്യാൻസർ എന്ന മാരകരോഗം കാർന്നു തിന്നു. മനഃപൂർവ്വം അവളുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഞാൻ ഒരുക്കല്ല. ഇവിടം വിട്ടു പോകുന്നതിന് മുന്നേ അവൾ അർഹതപ്പെട്ട കൈകൾ പിടിച്ച് ഏൽപ്പിക്കണം. എങ്കിലേ എനിക്ക് മനസ്സമാധാനത്തോടെ കണ്ണടക്കാൻ പറ്റൂ. ഓരോഴുക്കിലവൻ പറഞ്ഞു തീർത്തെങ്കിലും അവൻ്റെ കണ്ണുകളുടെ വേദനയ്ക്ക് വായിച്ചെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനേക്കാൾ മനഃപൂർവ്വം ഒരു പെണ്ണിനെ ജീവിതം നശിപ്പിച്ച് കളയരുതെന്ന അവൻ്റെ തീരുമാനത്തോട് എനിക്ക് പൂർണ്ണ ബഹുമാനം തോന്നി. നിങ്ങളുടെ റിലേഷൻ നിന്റെ വീട്ടിലറിയാവുന്നതുകൊണ്ട് ഉമ്മയും ഉപ്പയും കണ്ട് അവൻ ആദ്യമെല്ലാം സംസാരിച്ചിരുന്നു. അവൻ്റെ ഉമ്മാക്ക് നിന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ് ഒരു പച്ചക്കള്ളം മാത്രമാണ്. കാരണം സത്യം അറിഞ്ഞ ജീവിതം പോലും മറന്ന് നീ അവൻ്റെ കൂടെ ഇറങ്ങിച്ചെല്ലുമെന്ന് അവൻ ഉറപ്പായിരുന്നു. മുഫി സഫറിൻ്റെ നെഞ്ചിലേക്ക് വീണ് വാവിട്ട് കരഞ്ഞു. അവൾക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അതുവരെയും കേട്ടതൊക്കെ. കരയാതെടി, നിന്നെ വേദനിപ്പിക്കില്ലെന്ന് ഞാൻ അവന് വാക്കുകൊടുത്ത. പടച്ചവൻ വിധിച്ചതല്ലേ, നമുക്ക് മാറ്റാൻ കഴിയോ? നീ സമാധാനിക്കേ. ഉമ്മാൻ്റെ ഇഷ്ടക്കേടുകൊണ്ടാണ് എന്നെ വേണ്ടെന്ന് വെക്കുന്നതെന്ന് പറഞ്ഞോർത്ത് ഇടയ്ക്കെങ്കിലും എനിക്ക് അജുക്കയോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ലല്ലോ പടച്ചോനെ. അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. അവസാനമായി അജുവിനെ നോക്കാണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ സഫർ തന്നെ അവളെ കൊണ്ടുപോയി. വെള്ളയിൽ പൊതിഞ്ഞ് ചലനമറ്റ് കിടക്കുന്ന അവൻ്റെ മയ്യത്തിലേക്ക് ഒറ്റത്തവണ മാത്രമേ അവൾ നോക്കിയുള്ളൂ. സർവ്വതും നഷ്ടപ്പെട്ടില്ലാതാവുന്ന പോലെ തോന്നി അവൾക്ക്. അവൻ്റെ ചുടിയിൽ അവൾക്കായി വിരിഞ്ഞ മനോഹരമായ പുഞ്ചിരിയും കണ്ണുകളിൽ നിറഞ്ഞു നിന്ന പ്രണയനോട്ടങ്ങളും കുസൃതി നിറഞ്ഞ സംസാരവും ഓരോ കുറുമ്പുകളും ഏറ്റവും ഒടുവിൽ അന്ന് ആ കടൽക്കരയിൽ വെച്ച് കണ്ടപ്പോൾ വേദന മുഴുവൻ കടിച്ചു പിടിച്ച് തന്നെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചതും എല്ലാം അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. സങ്കടം സഹിക്കാൻ കഴിയാതെ വാപ്പൊത്തിക്കൊണ്ട് ആൾക്കൂട്ടത്തിന് നടുവിലൂടെ അവൾ ഇറങ്ങി ഓടി. അതിനു പുറകിലായി സഫറും. അതിനോടകൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് വഴിമാറിയിരുന്നു. ഒരു തവണ പോലും മനസ്സുമടുക്കാതെ സഫർ അവൾക്ക് താങ്ങായി എല്ലായ്പ്പോഴും കൂടെ നിന്നു. അജുവിന് കൊടുത്ത വാക്ക് പൂർണ്ണമായും പാലിച്ചു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. അജു ഭൂമിയിൽ നിന്ന് യാത്രയായി എന്ന വലിയ സത്യവുമായി മുഫി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പഴയതുപോലെ സഫറുമായി അവൾ സൗഹൃദം വീണ്ടെടുത്തു. മുഫി, ഇനിയെങ്കിലും നമുക്കൊരു ജീവിതം വേണ്ടേ? ആ ചോദ്യത്തിൽ നിന്നും അവൻ്റെ ഹൃദയം നമ്പർ അവൾ ഊഹിച്ചെടുത്തു. ഇങ്ങനെയൊരു ഭർത്താവിനെ ഒരുപക്ഷെ എനിക്ക് മാത്രമായി റബ്ബ് തന്ന്. സഫറിക്കയുടെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനായിരുന്നെങ്കിൽ ഇത്ര ക്ഷമ കാണിക്കുമായിരുന്നു. മാറി തുടങ്ങണം. അദ്ദേഹത്തിൻ്റെ നല്ല ബാധിയായി ജീവിക്കണം. എനിക്ക് താങ്ങും തണലുമായതുപോലെ തിരിച്ചു ആവണം. സഫറിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമെന്നോണം മുഫി സ്വയം ചിന്തിച്ച് മാറി തുടങ്ങിയിരിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം മുഫീദ സഫർ ലേബർ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയ നേഴ്സ് കയ്യിലൊരു കുഞ്ഞുമായി ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് വിളിച്ചു. അത് കേട്ടതും ചിന്തയിൽ നിന്നുണർന്ന് സഫർ അവർക്കരിയിലേക്ക് കുതിച്ചു. മോന, ഒരു നിറപ്പുഞ്ചിരിയോടെ അവർ കുഞ്ഞിനെ അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ മുഫി. വാവയെ സ്വീകരിച്ചുകൊണ്ട് അവൻ അകത്തേക്കൊന്ന് എത്തി നോക്കി. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഏതാനും സമയം കഴിഞ്ഞ റൂമിലേക്ക് മാറ്റാം. തൃപ്തികരമായ മറുപടി തന്നെ നൽകി നേഴ്സ് അകത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. സഫർ ഒരു പുഞ്ചിരിയോടെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അല്പനേരം നോക്കി നിന്നു.